എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. നമ്മുടെ വരാൻ പോകുന്ന സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാത്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളുടെ ഒരു സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 10 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അപ്പൊ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലെ പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോരുത്. കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലെ അവസാന ലാപ്പിൽ കിട്ടുന്നത്. കിട്ടുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു 80-85 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്തരത്തില് നിങ്ങൾക്ക് ആ ഒരു നിലവാരത്തിലേക്ക് മാർക്ക് ഉയർത്തുവാനുള്ള കുറച്ച് ടിപ്സ് കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യമായിട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് പരീക്ഷയുടെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മക്കളെ, നമുക്ക് ഇത്തവണ നമ്മൾ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ മുമ്പിലെ 3 സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതില് ഒന്നാമത്തെ സാധ്യത എന്ന് പറയുമ്പോൾ ഒക്ടോബർ 12-ാം തീയതി നമ്മൾ എഴുതാൻ പോകുന്ന നമ്മുടെ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള നമ്മുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ ആ ഒരു ഡേറ്റ് ആണ്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും മറ്റൊരു പരീക്ഷ എഴുതാൻ പോകുന്നു. അത് എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളുടെയും അതേപോലെ ക്ലാസ് 1 ബാങ്കുകളിലേക്കുള്ള നമ്മുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയാണ്. അതെന്ന് പറയുന്നത് നവംബർ മാസം 2-ാം തീയതിയാണ്. ഇനിയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, അതായത് നവംബർ 23-ാം തീയതി നമ്മൾ ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയാണ്. അങ്ങനെ ഇത്തവണ നമ്മൾ എഴുതാൻ പോകുന്ന ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ 3 ഘട്ടങ്ങൾ, 3 സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതായത് നമ്മൾ സാധാരണ പരീക്ഷ എഴുതുന്ന പോലല്ല. സാധാരണ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ചില മാർക്കുകൾ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ആ ഒരു ദൗത്യം അവിടെ ഉപേക്ഷിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ നിലവിലെ ഒരു സാധ്യത എന്ന് പറഞ്ഞാല് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 3 പരീക്ഷകൾ എഴുതുമ്പോൾ അതിലേതെങ്കിലും ഒരു പരീക്ഷ നമുക്ക് നേടിയെടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് വലിയ പ്രതീക്ഷയോടുകൂടി ദിവസങ്ങൾ മുമ്പോട്ട് തള്ളി നീക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ എഴുതാൻ പോകുന്ന 2025 അവസാനം എഴുതാൻ പോകുന്ന ഈ ഒരു പരീക്ഷ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും ടൈപ്പിസ്റ്റ് പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 11-ാം തീയതിയാണ് പരീക്ഷ. അതായത് നമ്മുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ തൊട്ട് തലേ ദിവസമാണ് നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ പരീക്ഷ എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സിലബസിനകത്തേക്ക് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ പറയാറുള്ള കാര്യം തന്നെയാണ്. മാത്സ് 10 മാർക്കാണ്, ഇംഗ്ലീഷ് 10 മാർക്കാണ്, അതേപോലെ GK 10 മാർക്കുണ്ട്. അങ്ങനെ 30 മാർക്കും പിന്നെ നിങ്ങളുടെ കോർ ടോപ്പിക് 70 മാർക്കും ഉൾപ്പെടെ ഒരു 100 മാർക്കിന്റെ ഒരു OMR പരീക്ഷയാണ് നിങ്ങൾ എഴുതുവാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപക്ഷെ നിങ്ങൾ നെഗറ്റീവ് മാർക്കില്ലാത്ത ഒരേ ഒരു മത്സര പരീക്ഷയായിരിക്കും എഴുതുവാൻ പോകുന്നത്. അതാണ് ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കട്ട് ഓഫ് പലപ്പോഴും 75-80 മേളിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങളൊരു 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ 80 ചോദ്യങ്ങൾ ശരിയാക്കുവാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് വസ്തുത. അത്തരത്തില് മാത്സിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ മാത്സിനകത്തെ 10 മാർക്ക് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ അത് വളരെ നിർണായകമാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ മാത്സ്, ഇംഗ്ലീഷ് അതേപോലെ GK വിഷയങ്ങൾക്ക് ഒരു നിശ്ചിത സമയം മാറ്റി വെച്ചുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റുകൾ ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ 3 ഭാഗം. അപ്പൊ നിങ്ങൾക്ക് ആ 30 മാർക്കിനകത്തുനിന്ന് ഒരു 26-27 മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കും. അതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾക്ക് മേലെ ഈ പറയുന്ന 3 വിഷയങ്ങൾക്ക് കൂടി നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കണം എന്നുകൂടി ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സിലബസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മക്കളെ, മാത്സിനകത്ത് 9 ടോപ്പിക്കുകളും മെന്റൽ എബിലിറ്റി പോർഷനകത്ത് 13 ചാപ്റ്ററും ഉൾപ്പെടെ 13, 9, 22 സബ് ടോപ്പിക് എന്നുള്ള 5-5 10 ചോദ്യങ്ങൾ, മാത്സിനകത്ത് 5 ചോദ്യങ്ങളും അതേപോലെ മെന്റൽ എബിലിറ്റി പോർഷനകത്ത് 5 ചോദ്യങ്ങൾ, അങ്ങനെയാണ് 10 ചോദ്യങ്ങൾ വരുന്നെന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോണേ. ചോദ്യം ഇതാണ്: if you add 64 to 14% of a number, you get
22% ഓഫ് ദ സെയിം നമ്പർ. സോ വാട്ട് ഈസ് 80% ഓഫ് ദ നമ്പർ എന്നാണ് ചോദ്യം. അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് എടാ ഏതോ ഒരു സംഖ്യയുടെ 14% കൂടെ ഏതോ ഒരു സംഖ്യയുടെ 14% കൂടെ 64 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 22% കിട്ടും എന്ന് ചോദ്യകർത്താവ് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എഴുതാം, എടാ ഈ 14% കൂടെ ശ്രദ്ധിച്ചോണം, 14% കൂടെ ഒരു 64 അങ്ങോട്ട് കൂട്ടുക. 14% കൂടെ 64 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 22% കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതുക. 22% കിട്ടുമെന്ന് എഴുതി വെച്ചു. ഒന്നുകൂടെ പറഞ്ഞ ശ്രദ്ധ നോക്കിയേ. 14% കൂടെ 64 കൂട്ടിയാൽ 14% കൂടെ 64 കൂട്ടിയാൽ എന്ത് കിട്ടും? 22% കിട്ടുമെന്ന് പറഞ്ഞു എഴുതി വെച്ചു. നിങ്ങൾ നോക്കിക്കോണം, ഇവിടെ ചില സംഖ്യകൾക്ക് ശതമാന സിമ്പൽ ഉണ്ട്, ചിലതിനൊന്നും ശതമാന സിമ്പൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ശതമാന സിമ്പൽ ഉള്ളവന്മാരെ എല്ലാം ഒരു സൈഡിലേക്ക് തട്ടുക. എടാ ശതമാന സിമ്പൽ ഉള്ളവന്മാരെ എല്ലാം ഒരു സൈഡിലേക്ക് തട്ടുക. ഇതാണ്ടേ ഇവന് ശതമാനത്തിന്റെ സിമ്പൽ ഉണ്ട്, 11 ഉണ്ട്. അപ്പൊ ഇവനെ പറഞ്ഞ് നമുക്ക് അപ്പുറത്തോട്ട് അങ്ങ് വിടാം. സ്വാഭാവികമായിട്ടും സമത്തിന്റെ ഒരു വശത്ത് കിടക്കുന്നവൻ അപ്പുറത്തെ വശത്തേക്ക് പോവുകയാണെങ്കിൽ പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 14% അപ്പുറത്തേക്ക് പോയാല് സ്വാഭാവികമായിട്ടും മൈനസ് ആവും. അവിടെ ഓൾറെഡി 22% കിടപ്പുണ്ട്. അപ്പൊ 22%ത്തിൽ നിന്ന് 14% കുറച്ചാല് 22%ത്തിൽ നിന്ന് 14% കുറയ്ക്കുവാണെങ്കിൽ 8% എന്ന് വരും. അതായത് 8% എന്ന് പറഞ്ഞാല് 64 എന്നർത്ഥം. കണ്ടോ, ഈ സാധനത്തിനെ പറഞ്ഞ അപ്പുറത്ത് വിട്ടു. അപ്പൊ 22% മൈനസ് 14%, 8% വരും. 8% എന്നത് 64 ആണെന്നർത്ഥം. സിമ്പിൾ അല്ലേ? കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ഇവിടെ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കേണ്ടത് 80% ആണ്. 80% എത്ര എന്ന ചോദ്യം. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് 80%. 80% ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 880 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? എടാ 880 ആകണമെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചാ പോരെ? 880 ആകണമെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ അതേപോലെ അപ്പുറത്തും 64നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 640 വരും. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് കരുത്. സാറേ നമുക്ക് 880 ആകുന്നത് 10 കൊണ്ട് ഗുണിച്ചാലാണെന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല എന്ന് തന്നെ കരുത്. അങ്ങനെയാണെങ്കിൽ എടാ ശ്രദ്ധിക്കുക, 8% 64 ആണല്ലോ. കണ്ടുപിടിക്കേണ്ടത് 80% എത്രയാണെന്നാണ് ചോദ്യം. നിങ്ങളൊരു പണി ചെയ്താൽ മതി, ക്രോസ് ആയിട്ട് അങ്ങ് ഗുണിച്ചാൽ മതി. പരിപാടി കഴിഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇത്ര ചെയ്താൽ മതി. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ 2 എണ്ണം ഉള്ളത് 80ഉം 64ഉം അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 8, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. എടാ കുഞ്ഞുങ്ങളെ 8ന്റെ 10ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 80? 8ന്റെ 10ാമത്തെ ഗുണിതമാണ് 80. 8ന്റെ 10ാമത്തെ ഗുണിതമാണ് 80. സി 64ഉം 10ഉം കൂടെ ഗുണിച്ചാൽ എത്ര? ഒരു സംഖ്യ 10 കൊണ്ട് ഗുണിക്കാൻ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 64നെ 10 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എത്ര? 640 എന്ന് വരും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാ പിടിച്ചോ രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ശ്രദ്ധിക്കുക. 25% ലോസ് വെൻ സെല്ലിംഗ് ആൻ ഐറ്റം ഫോർ റുപ്പീസ് 450. അതായത് ഇവിടെ മക്കളെ 450 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 25% നഷ്ടമായിരുന്നു. കണ്ടോ, 450 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 25% നഷ്ടമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 10% ലാഭം കിട്ടണമെങ്കിൽ ആ സെയിം സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദ്യം. കണ്ടോ, ഇതാണ് ചോദ്യം. ഇപ്പൊ നമ്മള് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ
എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്ന വില, അതായത് വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന സാധനം എല്ലായ്പ്പോഴും 100% അങ്ങ് പരിഗണിക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഏതൊരു സാധനത്തിന്റെയും വാങ്ങി വില കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% എടുത്തോണം. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വാങ്ങി വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും 100% ആയിരിക്കും. അതേപോലെ 10% ലാഭം കിട്ടണമെങ്കിൽ വിറ്റ വില 110% ആയിരിക്കും. 20% ലാഭം കിട്ടണമെങ്കിൽ വിറ്റ വില 120%, 30% ലാഭം കിട്ടണമെങ്കിൽ വിറ്റ വില 130%, 25% ലാഭം കിട്ടണമെങ്കിൽ വിറ്റ വില 125%. അതേപോലെ തന്നെ ഒരു സാധനം വിറ്റു, 10% നഷ്ടമാണെങ്കിലോ, 10% നഷ്ടമാണെങ്കിൽ വിറ്റ വില 90% അല്ലേ? കാരണം വാങ്ങിച്ച വില 100%. 10% നഷ്ടമാണെങ്കിൽ വിറ്റ വില 90%, 20% നഷ്ടമാണെങ്കിൽ വിറ്റ വില 80%, 30% നഷ്ടമാണെങ്കിൽ വിറ്റ വില 70%. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ലാഭമാണെങ്കിൽ എപ്പോഴും നിങ്ങൾ വാങ്ങിയ വിലയേക്കാൾ കൂട്ടി വിറ്റു എന്ന് ആലോചിച്ചോണം. നഷ്ടമാണെങ്കിൽ വാങ്ങിയ വിലയേക്കാൾ നിങ്ങൾ കുറച്ച് വിറ്റു എന്ന് ആലോചിച്ചോണം. ഇത്രയും കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതാ പിടിച്ചു നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോണേ മക്കളെ, 450 എന്ന് പറഞ്ഞ വിറ്റ വില അല്ലേ സെല്ലിംഗ് പ്രൈസ് ആണ്. കണ്ടോ, 450 എന്ന് പറഞ്ഞ വിറ്റ വിലയാ. ഇനി 450 വിൽക്കുമ്പോൾ 25% നഷ്ടമാ. എടാ, 25% നഷ്ടമാണെങ്കിൽ വിറ്റ വില എന്ന് പറയുന്നത് 75% ആയിരിക്കുമല്ലോ. കോമൺ സെൻസ് ആലോചിച്ചൂടെ? എപ്പോഴും ഞാൻ അങ്ങനല്ലേ പറഞ്ഞു തന്നത്. കാരണം വാങ്ങിയ വില 100% അതെപ്പോഴും അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് വെക്കുക, സ്റ്റഡി ആയിട്ട് വെക്കുക. 25% നഷ്ടത്തിനാണ് വിറ്റതെങ്കിൽ വിറ്റ വില 75% എന്ന് എടുക്കണം. 75%. അപ്പോൾ വിറ്റ വില എന്ന് പറയുന്നത് 75% മനസ്സിലായില്ലേ? ആയി. ഇതും വിറ്റ വിലയാണ്, ലതും വിറ്റ വിലയാണ് അല്ലെ? ഇതും വിറ്റ വിലയാണ്, ലതും വിറ്റ വിലയാണ്. രണ്ടുപേരും സെല്ലിംഗ് പ്രൈസാ. ഒരുത്തനെ രണ്ട് രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഒരേ വ്യക്തി തന്നെയാണ്. അവനെ നമ്മൾ 450 എന്നും പറഞ്ഞു, അതേപോലെ 75% എന്നും പറഞ്ഞു. ഇവന്മാര് രണ്ടുപേരും ഒരുത്തൻ തന്നല്ലേ? ആരാ? വിറ്റ വില തന്നല്ലേ? അതുകൊണ്ട് ഇവന്മാര് രണ്ടുപേരും തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം 75% എന്ന് പറയുന്നവനും അതേപോലെ 450 എന്ന് പറയുന്നവനും തുല്യമാണ്, ഈക്വലാണ്. കണ്ടോ, 75% എന്ന് പറയുന്നവനും 450 എന്ന് പറയുന്നവനും തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഈക്വൽ ടു സിമ്പൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കണ്ടുപിടിക്കേണ്ട സാധനം എന്തുവാ? 10% ലാഭം കിട്ടണം എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 10% ലാഭം കിട്ടണമെങ്കിൽ എത്ര ശതമാനത്തിന് വിൽക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് പറയാം. 10% ലാഭം കിട്ടണമെങ്കിൽ എടാ 110% വിറ്റാ പോരെ? 20% ലാഭം കിട്ടണമെങ്കിൽ 120% വിൽക്കണം. അപ്പോൾ 10% ലാഭം കിട്ടണമെങ്കിൽ 110% വിറ്റാൽ മതി. 110% വിൽക്കണം. 110%-ാണ് വിൽക്കേണ്ടത്. അതുകൊണ്ട് 110% കണ്ടുപിടിക്കേണ്ടത്. എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദ്യം. 10% ലാഭം കിട്ടണമെങ്കിൽ 110% വിൽക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും 110%-ാണ് കണ്ടുപിടിക്കേണ്ടത്. 110%-ാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കോണേ, 75% 450 ആണെങ്കിൽ 110% എത്രന്നാ ചോദ്യം. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ആരൊക്കെയാ? 2 എണ്ണം ഉള്ളത് ഇവനും ലവനും അല്ലേ? അപ്പൊ അവന്മാര് തമ്മിൽ അങ്ങ് ഗുണിക്കുക. അതായത് 110ഉം അതേപോലെ 450 കൂടെ ഗുണിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 75. എടാ കുഞ്ഞുങ്ങളെ, താണ്ട് ഈ കിടക്കുന്ന 75ഉം അതേപോലെ ഈ കിടക്കുന്ന 110ഉം കൂടെ വേണമെങ്കിൽ 5 കൊണ്ട് വെട്ടാം. അല്ലെങ്കിൽ ഈ കിടക്കുന്ന 75ഉം ഈ കിടക്കുന്ന 45ഉം കൂടെ വേണമെങ്കിൽ നമുക്ക് 5 കൊണ്ട് വെട്ടാം.
അല്ലെങ്കിൽ 3 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് 15 കൊണ്ട് വെട്ടാം. രണ്ടുപേരും 15ന്റെ ഗുണിതങ്ങളാണ്, അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 15 കൊണ്ട് വെട്ടാം. 15 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 15 കൊണ്ട് ഹരിക്കുക. 15 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 15 കൊണ്ട് ഹരിക്കുക. 75നെ 15 കൊണ്ട് ഹരിച്ച എത്ര? എടാ 75നെ 15 കൊണ്ട് ഹരിച്ചാൽ 5. 15 5 75 അല്ലേ? അതേപോലെ 45നെ 15 കൊണ്ട് ഹരിച്ചാൽ ദാ പിടിച്ചു 3. ആ 0 മറന്നു പോലല്ലേ? അവിടെ ഒരു 0 കിടപ്പുണ്ട്, അവനെ മേപ്പോട്ട് കയറ്റി അങ്ങ് എഴുതിക്കും. ഓക്കെ, ഈ കിടക്കുന്ന 5ഉം ഈ കിടക്കുന്ന 30ഉം കൂടെ 5 കൊണ്ട് വെട്ടാമല്ലോ. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, 30നെ 5 കൊണ്ട് ഹരിച്ചാൽ 6, 110നെ 6 കൊണ്ട് ഗുണിക്കുക. 110നെ 6 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 11നെ 6 കൊണ്ട് ഗുണിച്ചൊരു 0 ഇട്ട് കൊടുത്താൽ മതി. 110നെ 6 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ഈ കിടക്കുന്ന 11ഉം ഈ കിടക്കുന്ന 6ഉം കൂടെ ഗുണിച്ചാൽ 11 6 66, അതിന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. നമ്മളുടെ ഉത്തരം 660 ആയിരുന്നു. ഓപ്ഷൻ ബി ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ ഏറ്റവും അവസാനം എഴുതി മാറിയ പരീക്ഷയ്ക്ക് പോലും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതേ പാറ്റേണിലെ കുറച്ചുകൂടി നിലവാരമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചു. ഇതാണ് ഇവിടെ ചോദ്യം. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിച്ചു നോക്കണേ. ആണ് എ മാൻ ട്രാവലിംഗ് ഫ്രം ഹോം ടു ഓഫീസ്. ശ്രദ്ധിച്ചോണം. ഒരു മനുഷ്യൻ അവന്റെ വീട് താണ്ടിതാണ്. ഇതാണ് അവന്റെ വീട്, ഹോം. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഓഫീസാണ്. ശ്രദ്ധിച്ചോണം. ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 15 km/h സ്പീഡിൽ സഞ്ചരിച്ചു. ശ്രദ്ധിച്ചു കേട്ടോണം. അങ്ങോട്ട് എങ്ങനെയാ പോയത്? 15 km/h സ്പീഡിൽ പോയി. തിരിച്ചിങ്ങോട്ട് റിട്ടേൺസ് ബാക്ക്, തിരിച്ചിങ്ങോട്ട് 10 km/h സ്പീഡിൽ വന്നു. അങ്ങോട്ട് പോയത് 15 km/h ആണ്, ഇങ്ങോട്ട് വന്നത് 10 km/h സ്പീഡിലാണ് വന്നത്. ടേക്സ് എ ടോട്ടൽ ഓഫ് 4 hours. എടാ ഇത് രണ്ടിനും കൂടെ എടുത്ത ആകെ സമയം 4 മണിക്കൂർ ആണെങ്കിൽ ഫൈൻഡ് ഔട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹോം ടു ഓഫീസ്. ഇതാണ് ചോദ്യം. അതായത് അങ്ങോട്ട് പോയത് 15 km/h, ഇങ്ങോട്ട് വന്നത് 10 km/h. രണ്ടിനും കൂടെ എടുത്ത ആകെ സമയം 4 മണിക്കൂർ ആണെങ്കിൽ ഹോം ടു ഓഫീസ് ദൂരം എത്ര? അല്ലെങ്കിൽ ഓഫീസ് ടു ഹോം ദൂരം, രണ്ടും തുല്യമല്ലേ? അങ്ങോട്ട് പോകുന്ന അതേ ദൂരം തന്നെയല്ലേ ഇങ്ങോട്ട് വരുന്നത്. കാരണം അങ്ങോട്ട് പോയ ദൂരം എത്രയാണോ അത് തന്നെയല്ലേ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ ഹോം ടു ഓഫീസ് ദൂരം പറഞ്ഞു തരിക, അല്ലെങ്കിൽ ഓഫീസ് ടു ഹോം ദൂരം പറഞ്ഞു തന്നാൽ മതി. ഇത്രേ ഉള്ളൂ പരിപാടി. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ ഇവർ തന്നിരിക്കുന്നത് ആകെ സമയം തന്നിട്ടില്ലേ? ഈ ക്വസ്റ്റിനകത്ത് ആകെ സമയം തന്നിട്ടുണ്ടല്ലോ. ആകെ സമയം എന്ന് പറയുന്നത് എന്തുവാ? അങ്ങോട്ട് പോകുവാൻ എടുത്ത സമയവും ഇങ്ങോട്ട് വരുവാൻ എടുത്ത സമയവും കൂടെ ചേരുന്ന സാധനമാണ് ഏത്? 4 മണിക്കൂർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ മൊത്തം 4 മണിക്കൂർ ആയതുകൊണ്ട് അങ്ങോട്ട് 2 മണിക്കൂർ ഇങ്ങോട്ട് 2 മണിക്കൂറും അല്ലേ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. പക്ഷെ തെറ്റാട്ടോ, അങ്ങനല്ല. കാരണം അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്പീഡ് അങ്ങോട്ട് 15ഉം ഇങ്ങോട്ട് 10ഉം അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് 2 മണിക്കൂർ ഇങ്ങോട്ട് 2 മണിക്കൂറും അല്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, തെറ്റാണ്. അപ്പൊ ഇവിടെ ആകെ സമയം തന്നിട്ടുണ്ട്. അതായത് ആകെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ടി എന്നെടുക്കാം. ആകെ സമയം എങ്ങനെ എടുത്തു? ടി. ആ ടി എന്ന് പറയുന്നത് എടാ അങ്ങോട്ടുള്ള സമയവും ഇങ്ങോട്ടുള്ള സമയവും കൂടെ കൂട്ടുന്നതല്ലേ? അങ്ങോട്ടുള്ള സമയത്തിന് നമുക്ക് T1 എന്ന് എടുക്കാം, ഇങ്ങോട്ടുള്ള സമയത്തിന് നമുക്ക് T2 എന്നെടുക്കാം. അപ്പൊ ആകെ സമയം എന്ന് പറയുന്നത് T1 + T2 ആണെന്ന് മനസ്സിലായില്ലേ? അതായത് അങ്ങോട്ടുള്ള സമയം ഇങ്ങോട്ടുള്ള സമയം. അപ്പൊ T1 + T2 ആണ് ആകെ സമയം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമുക്കിപ്പോ T1 + T2 ആണ്
4 മണിക്കൂർ എന്ന് മനസ്സിലായി. ഇനി എടാ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് വേഗത കണ്ടുപിടിക്കണമെങ്കിൽ ദൂരത്തിന് സമയം കൊണ്ട് ഹരിക്കുക. അതേപോലെ സമയം കണ്ടുപിടിക്കണമെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സമയം കണ്ടുപിടിക്കണമെങ്കിൽ ദൂരത്തിന് വേഗത കൊണ്ട് ഹരിച്ചാൽ മതി. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോ അങ്ങോട്ടുള്ള ദൂരം നമുക്ക് ഡി എന്ന് എടുക്കാം. എനിക്ക് അറിയില്ലണ, ഡി എന്ന് എടുക്കാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ 15 അല്ലേ? അങ്ങോട്ടുള്ള സ്പീഡ് 15 അല്ലേ? 15 എഴുതി വെച്ചു, പ്ലസ് ചിഹ്നം കൊടുത്തു. എടാ കുഞ്ഞുങ്ങളെ, ഇങ്ങോട്ടുള്ള രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള ദൂരവും സെയിം അല്ലേ? അപ്പോ ഇങ്ങോട്ടുള്ള ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ഡി തന്നെ എടുത്തു. സ്പീഡ് എന്ന് പറയുന്നത് 10 അല്ലേ? സ്പീഡ് 10 എഴുതി വെച്ചു. വലതുവശത്ത് ഏതാ സംഖ്യ? 4, അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ LCM മെത്തേഡ് വഴി ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള LCM മെത്തേഡ് വഴി ഭിന്നസംഖ്യകളെ കൂട്ടാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ഇതാണ്ടേ നോക്കിക്കോണേ, ഡിയും 10ഉം കൂടെ ഗുണിച്ചാൽ എന്തുവാ? 10D അല്ലേ? 10D പ്ലസ് ഉണ്ട്, മനസ്സ് ചെയ്തോണം കേട്ടോ. കുറെയൊക്കെ നിങ്ങൾ മനസ്സ് ചെയ്യണം കേട്ടോ. ഇത് മത്സര പരീക്ഷയാണ്, സ്റ്റെപ്പിനല്ല മാർക്ക്. നമുക്ക് അവസാന ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് കഴിവ്. അവിടെ ഓരോ സ്റ്റെപ്പ് എഴുതി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. അപ്പൊ നിങ്ങൾ കുറെയൊക്കെ മനസ്സ് ചെയ്യണം. ഡിയും 10ഉം കൂടെ ഗുണിച്ചാൽ 10D. അതേപോലെ എടാ 15ഉം ഡിയും കൂടെ ഗുണിച്ചാൽ എന്തുവാ? 15D. രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കേ. 10Dയും 15Dയും കൂടെ കൂട്ടിയ എത്ര? 10Dയും 15Dയും കൂടെ കൂട്ടിയാൽ 15ഉം 10 25 അല്ലേ? അപ്പൊ നമുക്ക് 25D എന്ന് കിട്ടിയില്ലേ? നിങ്ങൾ മനസ്സ് ചെയ്യണം. ഡി 10 കൊണ്ട് ഗുണിച്ചാൽ 10D, 15നെ D കൊണ്ട് ഗുണിച്ചാൽ 15D. എടാ 10Dയും 15Dയും കൂടെ കൂട്ടിയാൽ 25D ആണ്. അത് കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്നവന്മാരെ പരസ്പരം ക്രോസ് ചെയ്യണം. ഇത് മാത്രം പോരാ, താഴെ കിടക്കുന്ന ഛേദങ്ങൾ തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്യുക. 15ഉം 10ഉം കൂടെ ഗുണിച്ചാല് എടാ കുഞ്ഞുങ്ങളെ ഒരു സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കാൻ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 15നെ 10 കൊണ്ട് ഗുണിച്ചാല് 150 എന്ന് വരും. വലതുവശത്ത് എന്നാ ഉണ്ട്? വലതുവശത്ത് 4, അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇനി ഈ കിടക്കുന്ന 25ഉം ഈ കിടക്കുന്ന 150ഉം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 കൊണ്ട് വെട്ടാം, കാരണം ഇവന്മാര് രണ്ടുപേരും 5ന്റെ ഗുണിതങ്ങളാ. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ ഒറ്റയടിക്ക് 25 കൊണ്ട് വെട്ടാം. 25 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 25 കൊണ്ട് ഹരിക്കുക. അങ്ങനെയാണെങ്കിൽ 25നെ 25 കൊണ്ട് ഹരിച്ചാൽ 1, 150നെ 25 കൊണ്ട് ഹരിച്ചാല് എടാ 25 4 100 അല്ലേ? 25 5 125 അല്ലേ? 25 6 150 അല്ലേ? 25ന് ടേബിൾ ചുമ്മാ ഓർത്തിരിക്കണം. 25 × 4 100, 25 × 5 125, 25 6 150. അതായത് 150നെ 25 കൊണ്ട് ഹരിച്ചാൽ 6 എന്ന് വരും. ഇനിയൊന്നുമില്ല വെട്ടാന്. രണ്ട് ഭിന്നസംഖ്യകൾ തുല്യമാണെങ്കിൽ എന്ത് ചെയ്യണം? എന്താ നമ്മൾ പഠിച്ചേക്കുന്നത്? എടാ രണ്ട് ഭിന്നസംഖ്യകൾ തുല്യമാണെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിക്കുക, അത്രേ ഉള്ളൂ. ഏതെങ്കിലും രണ്ട് ഭിന്നസംഖ്യകൾ തുല്യമാണെങ്കിൽ അവന്മാരെ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. അങ്ങനാണെങ്കിൽ ഇതാണ്ടേ ഡി 1 കൂടെ ഗുണിച്ചാൽ എന്തുവാ? ഡി ഈസ് ഈക്വൽ ടു 6ഉം 4ഉം കൂടെ ഗുണിച്ചാൽ എന്തുവാ? 6 × 4, 6ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 24 വരെ കഴിഞ്ഞു. ആൻസർ 24. ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. ഓപ്ഷൻ എ എന്ന് എഴുതി അവസാനിപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, എന്നിട്ട് ഇവന്മാര് ആകെ സമയം തരും, എന്നിട്ട് പറയും ദൂരം കണ്ടുപിടിക്കാൻ പറയും. നിങ്ങൾ ഈ ഐഡിയ പ്രയോഗിച്ചോണം. അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അത് നിങ്ങൾ ഇങ്ങനെ കോഡ് പോലെ ഓർത്തിരുന്നാൽ മതി. ഇതാണ്ടേ ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കുക, അതിനെ താണ്ട് ഇങ്ങനെ അങ്ങോട്ട് മുറിക്കുക, താഴെ കിട്ടുന്ന സാധനത്തിനെ വീണ്ടും ഇങ്ങനെ മുറിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദ്യം ABCD ആദ്യം എഴുതുന്നു, കണ്ടോ? പിന്നെ PQRS
ടി. സോ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടതെങ്കിൽ ഡി കൈ കൊണ്ട് മറച്ചു പിടിക്കുക. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം. അതേപോലെ സ്പീഡ് ഇസ് ഈക്വൽ ടു എസ് കൈ കൊണ്ട് മറച്ചു പിടിക്കട. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതേപോലെ ടി ആണ് വേണ്ടതെങ്കിൽ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നും ഓർത്തിരിക്കണം. സോ ഇവിടെ സമയമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. സോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അടുത്ത ചോദ്യം സാധാരണ പലിശയും കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം. ഒരു സാധാരണ ചോദ്യം എന്നതിലുപരി ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി നിലവാരമുള്ളതാണെങ്കിൽ അത് സൂപ്പർ ഗ്രേഡ് ബാങ്ക് ആയതുകൊണ്ടാണ്. അപ്പൊ അത്തരം പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ സാധാരണ പലിശ, കൂട്ടുപലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ചുകൂടി നിലവാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അങ്ങനെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇഫ് 12,500 rupees deposited at 4% per annum after 2 years? മലയാളത്തിൽ പറഞ്ഞാൽ 12,500 രൂപയ്ക്ക് 4% നിരക്കിലെ 2 വർഷത്തിന് ശേഷമുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇതാണ് ചോദ്യം. 2 വർഷത്തിന് ശേഷമുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ അവിടെ സാധാരണ പലിശയും കണ്ടുപിടിച്ച് കൂട്ടുപലിശയും കണ്ടുപിടിച്ച് കുറയ്ക്കാൻ പോവുകയാണെങ്കിൽ എങ്ങനെ പോയാലും 5 മിനിറ്റ് അങ്ങ് പോകും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ സിമ്പിളായിട്ട് മക്കളെ 2 വർഷത്തെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു PR²/100 ഒരിക്കലും മറന്നു പോരുത്. കണ്ടോ, ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. 2 വർഷത്തെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ PR²/100. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ 2 വർഷത്തെ ചോദ്യം മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ? അല്ല, 3 വർഷം ചോദിക്കാറുണ്ട്. അങ്ങനെ 3 വർഷത്തെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ കൂടെ ചെറിയ ഒരു പരിപാടി ഇതാണ്ടേ, ചെറിയൊരു വാല് ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കണം. 3+R/100 ഇത്ര ഉള്ളു പരിപാടി. ഇത് നമ്മളെ ചേർത്ത് എഴുതി 3-4 തവണ എഴുതി ഇങ്ങനെ പഠിക്കണം. PR²/100 2 വർഷമാണെങ്കിൽ PR²/100 3 വർഷമാണെങ്കിൽ PR²/100 ഇൻറ്റു 3+R/100 എന്ന് എഴുതി പഠിക്കണം. ഇവിടെ 2 വർഷമല്ലേ? 2 വർഷമായതുകൊണ്ട് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ദാ പിടിച്ചു, PR²/100 മക്കളെ. പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട്. പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട് നിക്ഷേപിച്ച തുക 12,500, നിക്ഷേപിച്ച തുക 12,500, നിക്ഷേപിച്ച തുക 12,500, നിക്ഷേപിച്ച തുക 12,500. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്കെന്ന് പറഞ്ഞാല് 4 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 ഡിവൈഡഡ് ബൈ 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 100 × 100 ആണ്. ഒരിക്കലും മറന്നു പോരുത്. PR², R എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 4% 4%ന്റെ സ്ക്വയർ എടുക്കണം. 4ന്റെ സ്ക്വയർ എടുക്കുക, 4 × 4 ഡിവൈഡഡ് ബൈ 100ന്റെ സ്ക്വയർ എടുക്കുക, 100 × 100. പരിപാടി കഴിഞ്ഞു, വിട്ട്. ഇവിടെ ശ്രദ്ധിച്ചു വെട്ടണേ. ഇതാണ്ടേ ഈ കിടക്കുന്ന 4ഉം ഈ കിടക്കുന്ന 100ഉം കൂടെ നിങ്ങൾക്ക് 4 കൊണ്ട് വെട്ടാം. കാരണം എന്താ? രണ്ടുപേര് 4ന്റെ ഗുണിതങ്ങളാ മക്കളെ. 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 4 കൊണ്ട് ഹരിക്കുക. 4നെ 4 കൊണ്ട് ഹരിച്ച 1, 100നെ 4 കൊണ്ട് ഹരിച്ച 25 സെറ്റ്. അതേപോലെ തന്നെ വീണ്ടും ഈ കിടക്കുന്ന 4ഉം ഈ കിടക്കുന്ന 100ഉം കൂടെ 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 4 കൊണ്ട് ഹരിക്കുക. 4നെ 4 കൊണ്ട് ഹരിച്ച 1, 100നെ 4 കൊണ്ട് ഹരിച്ച 25 എന്ന് വരും. നിർത്തല്ലേ. ദാ പിടിച്ചോ 25 125ഉം കൂടെ 25 കൊണ്ട് വെട്ടാം. 25 കൊണ്ട് വെട്ടിക്കോ. 25ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ ആണ് 125. 2 0 കൊണ്ട് മറന്നു പോകരുത്. 2 0 കൊണ്ട് മറന്നു പോകരുത്. ഇനി എന്തെങ്കിലും വെട്ടാനുണ്ടോ? ഉണ്ടല്ലോ. ദേ പിടിച്ചോ 25ന്റെ 2ാമത്തെ മൾട്ടിപ്പിൾ അല്ലേടാ 50.
25ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 50. ആ 0 ചേർത്ത് എഴുതിക്കും, 20 എന്ന് വരും. ആൻസർ 20. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അപ്പോൾ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങള് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 2 വർഷം ചോദിക്കാം, ചിലപ്പോൾ 3 വർഷം ചോദിക്കാം. 2 ആണെങ്കിലും 3 ആണെങ്കിലും നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് അവസാനിപ്പിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദാ പിടിച്ചോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ 5ാമത്തെ ചോദ്യം. അപ്പൊ നമ്മള് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പതിയെ കടക്കുവാണ്. 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏകദേശം 12 ടൈപ്പ് ചോദ്യങ്ങൾ അവിടെ പഠിക്കുവാനുണ്ട്. അതിലെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് 7ാമത്തെ ടൈപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാനല്ല പ്രതീക്ഷിക്കുന്നത്. കാരണം സൂപ്പർ ഗ്രേഡ് ബാങ്കിന്റെ പരീക്ഷയാണ്, കുറച്ചുകൂടി നിലവാരമുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് 7 എടുത്തിരിക്കുന്നത്. ടൈപ്പ് 7 എന്ന് പറഞ്ഞാല് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആൻഡ് എന്ന് കാണും. അത്രേ ഉള്ളൂ പരിപാടി. ശ്രദ്ധിച്ചോണേ മക്കളെ. 5 men and 8 women can do a job in 10 days. അടുത്തത് എടാ 3 men and 7 women in 12 days. കണ്ടുപിടിക്കേണ്ടത് 11 men ഉള്ളി, അതായത് 11 പുരുഷന്മാർ മാത്രം ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും? 11 പുരുഷന്മാർ മാത്രം പണിയെടുക്കുകയാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ പറഞ്ഞിരിക്കുന്ന സാധനം അതുപോലെ എഴുതണം. കണ്ടേ 5 men, കണ്ടോ 5 men. ആൻഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ? ആൻഡ് 8 women, 8 women. ഇവർക്കാണ് നമ്മൾ പണി കൊടുക്കുക. 2 കോൺട്രാക്ടർമാരുണ്ട്. നമ്മൾക്ക് വീട് പണിയണം. നമ്മൾ ആദ്യമായിട്ട് വീട് പണിയാൻ വേണ്ടി പോവാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ വീട് പണിയണം എന്നുള്ള ആശയോടുകൂടി നമ്മുടെ പ്രദേശത്തെ 2 കോൺട്രാക്ടർമാരെ നമ്മൾ സമീപിക്കുന്നു. അതിലെ 1ാമത്തെ കോൺട്രാക്ടർ നമ്മളോട് പറയുന്നു, എന്റെ കയ്യില് 5 പുരുഷന്മാരും 8 സ്ത്രീകളും ഉണ്ട്, ഇവരെ ഞാൻ അങ്ങോട്ട് പണിക്ക് വിട്ടു തരാം, അവര് വരുവാണെങ്കിൽ 10 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കും എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ശരി എന്ന് പറയുന്നു. 2ാമത്തെ കോൺട്രാക്ടിന്റെ അടുക്കലോട്ട് ഞാൻ പോയി. അപ്പൊ അയാൾ പറയുന്നു, എന്റെ കയ്യില് 3 men ഉണ്ട്, എന്റെ കയ്യിലെ 3 men ഉണ്ട് പ്ലസ് ആൻഡ് 7 women. എന്റെ കയ്യിലെ 3 പുരുഷന്മാരും 7 സ്ത്രീകളും ഉണ്ട്. ഇവരാണെങ്കിൽ ഇവർക്കാണ് പണി നിങ്ങൾ തരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാകും. അതേസമയം ആദ്യത്തെ സെറ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാ പറയുന്നത്. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്ന സെന്റൻസ്. നമ്മൾ ചുരുക്കി ഒന്ന് എഴുതി വെച്ചിരിക്കുക. 5 പുരുഷന്മാരും 8 സ്ത്രീകളും ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 3 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടെ 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എടാ ഇവര് ചെയ്യുന്ന അതേ ജോലി തന്നെ അല്ലടാ അവരും ചെയ്യുന്നത്, അല്ലെ? ഇവരെന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് തന്നെയാണല്ലോ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവര് ചെയ്യുന്ന ജോലിയാണ് ഈ സാധനം. അത് എന്ന് പറയുന്നത് ഈക്വൽ ടു ദത്. കണ്ടോ, ഇവര് ചെയ്യുന്ന അതേ ജോലി അവര് ചെയ്യും. അപ്പൊ ഇവര് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഈ സാധനോ അത് തന്നെയാണ് അവര് ചെയ്യുന്നത്. അതായത് 2 പേരും ചെയ്യുന്ന വർക്ക് സെയിം ആയതുകൊണ്ട് നമുക്ക് ഇടയില് ഈക്വൽ ടു സിമ്പൽ കൊടുക്കാം. ഓക്കെ, അപ്പോ ഈ സാധനം അതായത് ഇവന്മാർ എന്ത് പണിയാണോ എടുക്കുന്നത് അത് തന്നെയാണ് ലവന്മാര് ചെയ്യുന്നത്. അതായത് നമ്മൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. കഴിഞ്ഞാല് ഇവരെ നമുക്ക് M1 ആയിട്ട് പരിഗണിക്കാം, ഇവരെ D1 ആയിട്ട് പരിഗണിക്കാം, ലവരെ M2 ആയിട്ട് പരിഗണിക്കാം, അതിനെ D2 ആയിട്ട് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ എടാ നമുക്ക് പറയാം M1 D1 is equal to M2 D2 എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം M1 D1 is equal to M2 D2 എന്ന് പറയുവാൻ സാധിക്കും. അതായത് M1 D1 is equal to M2 D2 എന്ന് പറയുവാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 10 അകത്തോട്ട് ഗുണിച്ചാൽ എടാ 10 5 കൂടെ ഗുണിച്ചാൽ 10 × 5 50 M എന്ന് വരും. പ്ലസ് അടുത്തത് 10 8 കൂടെ ഗുണിച്ചാല് 10 × 8 80 W എന്ന് വരും.
കണ്ടോ, ഒന്നുമില്ല, 10 അകത്തോട്ട് ഗുണിച്ചു. ഈ കിടക്കുന്ന 10ഉം ഈ കിടക്കുന്ന 5ഉം കൂടെ ഗുണിച്ചാൽ 10 × 5 50m. എടാ ഈ കിടക്കുന്ന 10ഉം ഈ കിടക്കുന്ന 8ഉം കൂടെ ഗുണിച്ചാൽ 10 × 8 80 എന്ന് കിട്ടി. വലതുവശത്ത് ഈക്വൽ ടു സിമ്പൽ കൊടുത്തു. അപ്പുറം നോക്കിയേ, 12 3 കൂടെ ഗുണിച്ചാൽ 12 3 36 പ്ലസ് അതേപോലെ 12 7 കൂടെ ഗുണിച്ചാൽ 12 7 54 84 എന്ന് വരും. കണ്ടോ, ഇങ്ങനെ എഴുതി വെക്കണം വൃത്തിയായിട്ട്. ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തത് മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇനി നോക്കിക്കോണേ, ഇവിടെ അവിടെ എം കിടപ്പുണ്ട്, ഇവിടെ എം കിടപ്പുണ്ട്, ഇവിടെ W കിടപ്പുണ്ട്, അവിടെ W കിടപ്പുണ്ട്. അപ്പൊ ഒരു പണി ചെയ്താലോ, ഈ എമ്മുകാരെ എല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരാം. അവിടെ കിടക്കുന്ന എമ്മിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന മൈനസ് ആവും, പകരം ഇവിടെ കിടക്കുന്ന ഡബ്ല്യുവിനെ അപ്പുറത്ത് കൊടുത്താൽ അവന് മൈനസ് ആവും. ഇനി ആലോചിച്ചോണേ, അവിടെ കിടക്കുന്ന 36W ഇപ്പുറത്ത് വന്നാൽ മൈനസായി. 50m മൈനസ് 36m എത്ര? മനസ്സിലാലോചിക്ക്. എടാ 50m മൈനസ് 36m, അല്ലെങ്കിൽ 50 36 കുറച്ച് പറ, 50 36 കുറച്ച 14m എന്ന് വരും. 14m എന്ന് വരും. ഇസ് ഈക്വൽ ടു ഇതാണ്. നോക്കിക്കോണേ, ഈ കിടക്കുന്ന 80W അപ്പുറത്തേക്ക് പോയി. സ്വാഭാവികമായിട്ട് അവിടെ ആര് കിടപ്പുണ്ട്? അവിടെ 84W കിടപ്പില്ലേ? ഇവിടെ കിടക്കുന്നവൻ അപ്പുറത്ത് പോയാൽ മൈനസ് ആയില്ലേ? 84W മൈനസ് 80W, 84W മൈനസ് 80W. 84W 80W കുറച്ചാൽ എത്ര? 4W. 4W എന്ന് വരും. 4W എന്ന് വരും. 4W. നോക്കിക്കോണേ, ഇനി ഇപ്പൊ രണ്ട് സൈഡിലായിട്ട് കൊണ്ടുവന്നല്ലേ, ഇനി ഒരു സൈഡിൽ കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? ഇവന്മാരെ രണ്ട് സൈഡിലായിട്ട് നിർത്തി. അതായത് എമ്മിനെ ഒരു സൈഡിലും ഡബ്ല്യുവിനെ മറ്റൊരു സൈഡിലും നിർത്തി. ഇനി ഇവന്മാരെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാ. അപ്പൊ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിച്ചോണേ, താണ്ടേ ഈ ഡബ്ല്യുവിനെ ഇപ്പുറത്ത് കൊണ്ടുവരണം, പകരം 14നെ അപ്പുറത്ത് കൊടുക്കാം. ശ്രദ്ധിച്ചു കേട്ടോണം, താണ്ടേ ശ്രദ്ധിച്ചു കേട്ടോണം. ഈ കിടക്കുന്ന എം അവിടെ കിടക്കട്ടെ. അവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന ഡബ്ല്യു ഇപ്പുറത്ത് വന്നാൽ എന്തായി? ഹരണമായില്ലേ? എടാ അവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന ഡബ്ല്യു ഇപ്പുറത്ത് വന്ന ഹരണമായില്ലേ? ഇവിടെ കിടക്കുന്ന 14 അപ്പുറത്ത് പോയാലേ, ഇവിടെ കിടക്കുന്ന 14 അപ്പുറത്ത് പോയാൽ 4/14 എന്നായില്ലേ? ഇല്ലേ? ഗുണനം ഹരണമായിട്ട് മാറും, അത്രേ ഉള്ളൂ. ഈ കിടക്കുന്ന 4ഉം ഈ കിടക്കുന്ന 14ഉം കൂടെ വെട്ടാം. 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. 4നെ 2 കൊണ്ട് ഹരിച്ച 2 ആണ്. അതേപോലെ 14നെ 2 കൊണ്ട് ഹരിച്ച 7 എന്ന് വരും. അങ്ങനെ M/W is equal to 2/7 എന്ന് കിട്ടിയോ? M/W is equal to 2/7 എന്ന് കിട്ടിയല്ലോ. ഇത്രയും ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, സാറേ ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഞങ്ങൾ വെട്ടുപോകുമല്ലോ, ഇതിനെന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ എന്ന് ചോദിക്കും. ഈ ചോദ്യത്തിന് എളുപ്പവഴി ഇല്ല. ഇത് നിങ്ങൾ ചെയ്തു തന്നെ പഠിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഏത് ടൈപ്പാണ്? ആൻഡ് ടൈപ്പ് 7. ഒരു 3-4 ചോദ്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കിട്ടും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ ടൈപ്പ് ഇത് തീർന്നിട്ടില്ല, ഇനിയുണ്ട്, 2 സ്റ്റെപ്പും കൂടെ ഉണ്ട്. പ്രോബ്ലത്തിന്റെ ആൻസറിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും M/W is equal to 2/7 നിൽക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ M/W is equal to സംതിങ് എന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പറയാം, എടാ എമ്മിന്റെ നേരെയുള്ള സംഖ്യ ഉണ്ടല്ലോ, എമ്മിന്റെ നേരെയുള്ള സംഖ്യ ഉണ്ടല്ലോ, അതാണ് എമ്മിന്റെ വില. അങ്ങനെ പരിഗണിക്കാം, അങ്ങനെ പരിഗണിക്കാം. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എമ്മിന്റെ നേരെയുള്ള സംഖ്യ എമ്മിന്റെ വിലയായിട്ട് പരിഗണിച്ചോ, ഡബ്ല്യുവിന്റെ നേരെയുള്ള സംഖ്യ ഡബ്ല്യുവിന്റെ വിലയായിട്ട് നമുക്ക് പരിഗണിക്കുക. വേറെ ഒന്നും ആലോചിക്കണ്ട. അങ്ങനെയാണെങ്കിൽ എടാ മക്കളെ എമ്മിന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 2, ഡബ്ല്യുവിന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 7. കണ്ടോ? എന്നിട്ട് ഈ വില നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കൊണ്ടുപോയി കൊടുക്കണം. ഈ വില എന്ത് ചെയ്യണം? ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയിട്ട് ലെഫ്റ്റിലോ റൈറ്റിലോ കൊണ്ടുപോയി കൊടുക്കണം. നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്നുകിൽ ലെഫ്റ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ റൈറ്റിൽ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണം ചെയ്യാം. നമുക്കിവിടെ ലെഫ്റ്റിൽ കൊടുക്കാം. നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണം. താണ്ടേ 5M എന്ന് പറഞ്ഞാൽ
എമ്മിന്റെ വില എത്ര? എമ്മിന്റെ വില 2 അല്ലേ? അപ്പൊ 5 എം എന്ന് പറഞ്ഞ 5 × 2 എത്ര? I2 10. ശ്രദ്ധിച്ചോണേ. പ്ലസ് ഡബ്ല്യുവിന്റെ വില എത്ര? ഡബ്ല്യുവിന്റെ വില 7 അല്ലേ? അങ്ങനെയാണെങ്കിലേ എടാ 8W എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 8 × 7. 8 × 7 എത്ര? 8 7 56. നിർത്തല്ലേ. ബ്രാക്കറ്റിന്റെ പുറത്ത് ആരുണ്ട്? ബ്രാക്കറ്റിന്റെ പുറത്തൊരു 10 കിടപ്പുണ്ട്. സ്റ്റോപ്പ് ചെയ്യരുത്. ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? അത് ഇതുവരെ നമ്മൾ നോക്കിയില്ല. എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? എടാ കുഞ്ഞുങ്ങളെ 11 men ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 11 men only. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കുക. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 11 men ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ 11 men എന്ന് പറഞ്ഞാല് 11 m. എമ്മിന്റെ വില എത്ര? എമ്മിന്റെ വില 2. അപ്പൊ 11 m എന്ന് പറഞ്ഞാലോ 11 × 2 22. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 22 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 22 ആണ് കണ്ടുപിടിക്കേണ്ടത്. 22 ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ? എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കണം. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കിയേ, 56 10 കൂടെ കൂട്ടിയ എത്ര? 66 അല്ലേ? ആ 66 × 10 ഡിവൈഡഡ് ബൈ 22. മക്കളെ 22ന്റെ മൂന്നാമത്തെ ഗുണിതമല്ലേ 66? 3 × 10 30 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ എത്ര എന്ന് ചോദിച്ചാൽ 30 ആയിരുന്നു ആൻസർ. അപ്പൊ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോണേ. ഇവര് തരുന്ന സാധനങ്ങൾ ഉണ്ടാവും, 2 സെറ്റ് ഉണ്ടാവും. അതിനെ ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുത്ത് അങ്ങ് സെറ്റ് ആക്കണം. എന്നിട്ട് അകത്തോട്ട് ഗുണിക്കുക. പറയുന്ന കാര്യം ഒന്നും കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ പറഞ്ഞു തന്ന സ്റ്റെപ്പ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇത് മൊത്തം കണ്ടുപിടിക്കണം. എന്നിട്ട് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ എഴുതി അകത്തോട്ട് ഗുണിച്ചിട്ട് M/W കണ്ടുപിടിച്ചിട്ട് എമ്മിന്റെ നേരെയുള്ള സംഖ്യ എമ്മിന്റെ വിലയായിട്ടും ഡബ്ല്യുവിന്റെ നേരെയുള്ള സംഖ്യ ഡബ്ല്യുവിന്റെ വിലയായിട്ടും പരിഗണിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാല്യൂ ഉണ്ടല്ലോ, അത് ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോയിട്ട് ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിൽ ഇട്ട് കൊടുക്കുക. നിർത്തരുത്. ഞാൻ ഇവിടെ ലെഫ്റ്റിലാണ് ഇട്ട് കൊടുത്തത്. ഇട്ട് കൊടുത്തിട്ട് ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം. മക്കൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 11 m ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കണം. 11 m എന്ന് പറഞ്ഞാൽ 11 × 2 22. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കുക. നിങ്ങളുടെ ഉത്തരം പക്ക ക്ലിയർ ആയിട്ട് വരും. ഇതായിരുന്നു നമുക്ക് ചോദിച്ച മറ്റൊരു ചോദ്യം. നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയാണ് അത് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ്. ഇനി അങ്ങനെ മാത്സിന്റെ 5 ചോദ്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു, നമ്മൾ പഠിച്ചു. ഇവിടെ മൊത്തത്തിൽ 10 ചോദ്യങ്ങളാണ്. മാത്സിനകത്ത് 5 ചോദ്യം, അതേപോലെ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ്ങിനകത്ത് 5 ചോദ്യം, അങ്ങനെ 10 ക്വസ്റ്റ്യനാണ്. അതിൽ 5 ചോദ്യം കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാ. സ്വാഭാവികമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇനി അതല്ല, നിങ്ങൾ പഠനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഈ അവസാന ഘട്ടത്തിൽ ഒന്ന് റിവിഷൻ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഉള്ള ഒരു 10 ദിവസം, എണ്ണിയാൽ ഒരു 10 ദിവസം മാത്രമേ പഠിക്കാൻ കിട്ടത്തുള്ളൂ. അതാണ് നമ്മുടെ ആദ്യമായിട്ട് വരുന്ന സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ പ്രത്യേകത. വരാൻ പോകുന്ന സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള നമ്മുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയ, പഴയതല്ല, ഏറ്റവും പുതിയ 1000 ചോദ്യങ്ങൾ പല സെഷനിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തിന്റെ കൂടെ ഒരു 2 മണിക്കൂർ അങ്ങോട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 1000 ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിലോട്ട് വരികയാണ്. ഏറ്റവും പുതിയ 1000 ചോദ്യങ്ങളാണ്. അതായത് നമ്മുടെ ബോർഡ് നടത്തി മാറിയ വിവിധ പരീക്ഷകൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ബോർഡ് നടത്തി മാറിയ വിവിധ പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1000 ചോദ്യങ്ങളുടെ ഒരു ലൈവ് ഡിസ്കഷനുമായിട്ടാണ് നമ്മൾ വരാൻ പോകുന്ന സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഏത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. വരാൻ പോകുന്ന, അതായത് ഒക്ടോബർ 12 നിങ്ങൾ എഴുതാൻ പോകുന്ന സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ അതേ പരീക്ഷയുടെ നിലവാരം, ആ ഒരു പരീക്ഷയുടെ നിലവാരത്തിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു 1000 ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ 10 ദിവസം കൊണ്ട് ഓരോ ദിവസം 2 മണിക്കൂർ വെച്ച് നമ്മൾ കൊടുക്കുന്നത്. സോ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവസാനഘട്ട റിവിഷൻ പൂർത്തിയാക്കുന്നവർക്കും
അതേപോലെ നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ല, നിങ്ങൾ പഠിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഈ ബോർഡ് നമ്പർ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വെറും 10 ദിവസത്തിലെ 2 മണിക്കൂർ വെച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ 1000 ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടാവുന്ന വലിയൊരു അവസരമാണ്. അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പതിയെ പോകാം. ചോദ്യം ഇതാണ്. നമ്മള് റീസണിങ്ങിനകത്തേക്ക് പതിയെ കിടക്കുന്ന 5 ചോദ്യങ്ങൾ നിസാര സമയം കൊണ്ട് ഒരടി അങ്ങ് തീരും. ശ്രദ്ധിച്ചു മക്കളെ. എ ആൻഡ് ബി ആർ ബ്രദർ ആൻഡ് സിസ്റ്റർ റെസ്പെക്റ്റീവ്ലി. അതായത് എയും ബിയും ഒരാള് ബ്രദറും ഒരാള് സിസ്റ്ററുമാണ്. അതേപോലെ സി എന്ന് പറയുന്നത് എയുടെ ഫാദർ ആണെന്ന് പറയുന്നു. അതേപോലെ ഡി എന്ന് പറയുന്നത് സിയുടെ സിസ്റ്റർ ആണെന്ന് പറയുന്നു. അതേപോലെ ഇ എന്ന് പറയുന്നത് ഡിയുടെ അമ്മയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് ബി? ബി ആര് റിലേറ്റഡ് ടു ഇ എന്നാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സിലബസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ബ്ലഡ് റിലേഷൻ. ശ്രദ്ധിക്കുക. എടാ എയും ബിയും ഒരാള് ബ്രദറും ഒരാള് സിസ്റ്ററും ആണ്. നാണേ നോക്കിക്കോണേ. നാണ്ടേ ഇതാണ് എ എന്ന് പറയുന്നവൻ, ഇത് ബി എന്ന് പറയുന്നവനാ. രണ്ടുപേരും ഒരാള് ബ്രദറും ഒരാള് സിസ്റ്ററുമാ. ഒരേ കാലഘട്ടത്തിൽ ജനിച്ചവരാണെങ്കിൽ ഒരു വരിയിൽ അടയാളപ്പെടുത്തണമെന്നാണ് ഞാൻ പഠിപ്പിച്ചത്. അതില് എ എന്ന് പറയുന്നവൻ ബ്രദറാണ്, ആണാണ്, പ്ലസ് ചിഹ്നം കൊടുക്കുക. ബി എന്ന് പറയുന്ന സിസ്റ്റർ ആണ്, മൈനസ് ചിഹ്നം കൊടുക്കുക. അതാണ്ടേ ഒരേ കാലഘട്ടത്തിൽ ജനിച്ചവരാ എയും ബിയും. കണ്ടോ? കഴിഞ്ഞു. ഇനി പറയുന്നു സി എന്ന് പറയുന്നത് എയുടെ ഫാദർ ആണ്. എടാ സി എന്ന് പറയുന്നത് എയുടെ ഫാദർ ആണ്, എയുടെ അച്ഛനാണ്. എയുടെ അച്ഛനാണ് സി. സി സി അച്ഛനാണ്, ആണാണ്, പ്ലസ് ചിഹ്നം കൊടുത്തു. അടുത്തത് ഡി എന്ന് പറയുന്നത് സിയുടെ സിസ്റ്റർ ആണ്. എടാ ഡി എന്ന് പറയുന്നത് സിയുടെ സിസ്റ്റർ ആണ്. സിയുടെ സിസ്റ്റർ ആണ് ഡി. സിസ്റ്റർ ആണ് കേട്ടോ, സിസ്റ്റർ ആണ്, സിസ്റ്റർ ആണ്. ആൻഡ് ഇ എന്ന് പറയുന്നത് ഡിയുടെ അമ്മയാണ്. ഇ എന്ന് ഈസ് ഡിയുടെ അമ്മ. അപ്പോ ഡിക്ക് ഒരു അമ്മയുണ്ട്, ഡിക്ക് ഒരു അമ്മയുണ്ട്, ഡിക്ക് ഒരു അമ്മയുണ്ട്. ആ വ്യക്തിയാണ് ഇ. മൈനസ് ചിഹ്നം കൊടുത്തു. ഇതാണ് പോകുന്നത് അല്ലെ? അതായത് ഒരേ കാലഘട്ടത്തിൽ ജനിച്ചവരെ ഒരു റോയിൽ അടയാളപ്പെടുത്തണം എന്നാണ് പഠിച്ചത്. ആണാണെങ്കിൽ പ്ലസ് ചിഹ്നം കൊടുക്കുക, പെണ്ണാണെങ്കിൽ മൈനസ് ചിഹ്നം കൊടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. എന്നാണ് നോക്കിക്കോണേ. ഹൗ ഈസ് ബി? ബി ആരാണ്? റിലേറ്റഡ് ടു ഇ. എടാ കുഞ്ഞുങ്ങളെ ഈയുടെ ആരാണ്? ബി. ഈയുടെ മകനല്ലേ സി? അല്ലേ? എടാ ഈയുടെ മകനല്ലേടാ സി? ഈയുടെ മകളാണ് ഡി. ഡിയുടെ സഹോദരൻ സി ആണെങ്കിൽ ഈയുടെ മകനാണ് സി. മകന്റെ മകളെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത്? മകന്റെ മകൾ, കൊച്ചുമകളല്ലേ? കൊച്ചുമകൾ എന്ന് പറഞ്ഞാല് ഗ്രാൻഡ് ഡോട്ടർ. ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. കണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ശ്രദ്ധിച്ചോണം. ഹൗ ഈസ് ബി റിലേറ്റഡ് ടു ഇ? റിലേറ്റഡ് ടു ഇ എന്ന് പറഞ്ഞാൽ ഈയുടെ ആരാണ്? ബി. ഈയുടെ ആരാണ് ബി എന്നാണ് ചോദിച്ചത്. സോ ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. എന്ത് ചെയ്യണം? ആദ്യം വൃത്തിയായ ഡയറക്ഷൻ വരയ്ക്കണം. എന്നാണ്ടേ ആദ്യം നിങ്ങൾ ഡയറക്ഷൻ അങ്ങോട്ട് വരയ്ക്കുക. അതാണ് ഇങ്ങനെ വൃത്തിയായിട്ട് വരയ്ക്കുക. ഏറ്റവും മുകളിൽ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ലെഫ്റ്റ് എന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്, റൈറ്റ് എന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ്. അറിയാവുന്ന കാര്യമോ? എടാ റൈറ്റ് എന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ് ആണ്, ലെഫ്റ്റ് എന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്. നോക്കിക്കോണേ. രാകേഷ് 30 മീറ്റർ അങ്ങോട്ട് നടന്നു, ഈസ്റ്റിലേക്ക് നടന്നു. കിഴക്കോട്ട് 30 മീറ്റർ, കിഴക്കെന്ന് പറഞ്ഞ അങ്ങോട്ട്. ആണ്ടേ നോക്കിക്കോണേ. ഈ പോയിന്റിൽ നിന്ന് 30 മീറ്റർ കിഴക്കോട്ട് നടന്നു. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്തത്? റൈറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? റൈറ്റ് എന്ന് പറഞ്ഞ ക്ലോക്ക് വൈസ്. ഈസ്റ്റിന്റെ ക്ലോക്ക് വൈസ് ഏതാ? സൗത്ത് അല്ലേ? എടാ ഈസ്റ്റിന്റെ ക്ലോക്ക് വൈസ് സൗത്ത് അല്ലേ? സൗത്തിലേക്ക് 20, താഴോട്ട് 20, സൗത്തിലേക്ക് 20. കണ്ടോ? സൗത്ത്. ഇനി അടുത്തത് റൈറ്റ് അല്ലേ? റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്ലോക്ക് വൈസ്. സൗത്തിന്റെ ക്ലോക്ക് വൈസ് എന്തുവാ? വെസ്റ്റ്. വെസ്റ്റിലേക്ക് എത്ര? വെസ്റ്റിലേക്ക് 30. ആണ്ടേ
പടിഞ്ഞാറ്റോട്ട് 30. ഇത് 30 ആണെങ്കിൽ ഇത്രയും നിങ്ങൾ ചേർത്ത് കറക്റ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. ചില ആൾക്കാർ ചുമ്മാ ഷൂ അങ്ങ് വരച്ചങ്ങ് വിടും. അങ്ങനെ ചെയ്യരുത്. ഇത് 30 ആണെങ്കിൽ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചോണം, ചുമ്മാ വരയ്ക്കരുത് വെറുതെ. ഓക്കെ, ഇനി എന്താണ് അവസ്ഥ? അപ്പൊ അത്രേ ഉള്ളൂ. അതായത് കിഴക്കോട്ട് 30, അവിടുന്ന് വലത് തിരിഞ്ഞ് 20. വലത് തിരിയുക എന്ന് പറഞ്ഞാൽ തെക്കോട്ട് 20, പിന്നെയും വലത്, അപ്പൊ പടിഞ്ഞാറോട്ട് 30. കഴിഞ്ഞു. ചോദ്യകർത്താവ് ചോദിക്കുന്നു എന്താണ്? ഹൗ ഫാർ, ദൂരം എത്ര? ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലാണ്? ഈസ് ഹി, അവൻ, ഫ്രം ഒറിജിനൽ പൊസിഷൻ. ഇതല്ലേ ഒറിജിനൽ പൊസിഷൻ? ഇവിടുന്നല്ലേ അവൻ യാത്ര തുടങ്ങിയത്. എടാ ഇവിടെയല്ലേ അവൻ നിൽക്കുന്നത്. ഫ്രം ഒറിജിനൽ പൊസിഷൻ എന്ന് പറഞ്ഞാല് ദാണ്ട് ഇവിടുന്നല്ലേ ഒറിജിനൽ പൊസിഷൻ. അല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കുക. എടാ കുഞ്ഞുങ്ങളെ, ഇത് 20 മീറ്റർ അല്ലേടാ? ഇത് 20 മീറ്റർ ആണെങ്കിൽ ഇത് 20 അല്ലേ? അപ്പൊ ഉത്തരം 20 മീറ്റർ ആണെന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഇനി അവര് ഡയറക്ഷനും കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഫ്രം ദ ഒറിജിനൽ, ദാണ്ട എവിടുന്നാ? അപ്പൊ ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് അവിടുന്ന് അങ്ങോട്ട് ആരോ വരയ്ക്കുക. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സൗത്ത് അല്ലേ? അപ്പൊ ഉത്തരം 20 മീറ്റർ സൗത്ത് എന്ന് എഴുതി അവസാനിപ്പിക്കുക. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അപ്പോ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം എഴുതി നമ്മുടെ പരീക്ഷയ്ക്ക് പോലും ഡയറക്ഷനകത്തുനിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സാധാരണ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പരീക്ഷയ്ക്ക് നമ്മൾ റീസണിങ് പോർഷന്റെ ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് കരുതുക. അവിടെ ഒരു 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ ആൻസർ കിട്ടിയില്ലെങ്കിൽ, നമ്മൾ ചെയ്തു നോക്കി, ഒരു 15 സെക്കൻഡ് ടു 20 സെക്കൻഡിനുള്ളിൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഒരു മത്സര പരീക്ഷയാണ്. കൃത്യം നിങ്ങളുടെ സമയം കഴിയുമ്പോൾ അവിടെ എൻഡായി പോകും. അതുകൊണ്ട് ഈ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റീസണിങ് ചോദ്യങ്ങളുടെ പ്രത്യേകത സമയം കളയിക്കുക എന്നുള്ളതാണ്. മാത്സ് അങ്ങനല്ല. മാത്സിന് നമുക്ക് കൃത്യം എല്ലാത്തിനും ഓരോ ഐഡിയ ഉണ്ട്. പക്ഷെ റീസണിങ് അങ്ങനല്ല. അത് നിങ്ങളുടെ ബുദ്ധിയാണ്. അപ്പൊ അതുകൊണ്ട് റീസണിങ്ങിന്റെ ചോദ്യങ്ങൾ ചിലപ്പോൾ സമയം കളയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ക്ലർക്കിന്റെ പരീക്ഷ എഴുതിയ സമയത്ത് ഒന്നാമത്തെ ചോദ്യം നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുപാട് പേർക്ക് സമയം പോയ ചോദ്യം. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് ചോദ്യം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ടൈഗർ എന്ന് പറയുന്ന വാക്കിനെ QDFHS എന്ന് ആണ് കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഫിഷ് എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ നോക്കുന്നത് T എങ്ങനെ Q ആയി, I എങ്ങനെയാണ് D ആയെന്നൊക്കെ നമ്മൾ നോക്കും. അപ്പൊ അതിങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവത്തില്ല. 2 കുറച്ചു, അല്ലെങ്കിൽ 3 കുറച്ചു, അല്ലെ 3 കൂട്ടി, അല്ലെ 2 കൂട്ടി, അങ്ങനെ ഒരു വ്യക്തത ഇല്ലാത്ത ഒരു പ്രോബ്ലം ആണ് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത്. ഇതിന്റെ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു തരാം. അതായത് എടാ, ഈ ടൈഗർ എന്ന് പറയുന്ന വാക്ക് അത് കോഡ് ചെയ്തിരിക്കുന്നത് QDFHS എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ T എങ്ങനെയാണ് Q ആയത്, I എങ്ങനെയാണ് D ആയെന്നൊക്കെ നോക്കുമ്പോൾ ഒരു റെഗുലാരിറ്റി കിട്ടത്തില്ല. അതായത് ചിലപ്പോൾ ആദ്യത്തത് 3 കുറച്ചിട്ടായിരിക്കും, ചിലപ്പോൾ 5 കുറച്ചിട്ടായിരിക്കും, അടുത്ത 2 കുറച്ച്, ഒരു വ്യക്തത ഉണ്ടാവത്തില്ല. അതാണ് വസ്തുത. അപ്പൊ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ചോദ്യം പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ ചോദ്യം ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം, ഈ ചോദ്യങ്ങൾ ഇനി പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്നമാരെല്ലാം എഴുതും, നമ്മൾ എഴുതില്ല, പണിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം വീണ്ടും പറയുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എങ്ങനെ പോകുന്നറിയോ? ഇതിന്റെ ആൻസർ പോകുന്നത് ഇതാണ്ടേ. എടാ, ഇവിടെ ഈ T ഉണ്ടല്ലോ, അത് Q ആയിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിയ സാധനമാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, Tയുടെ മുമ്പത്തെ അക്ഷരം ഏതാ? S അല്ലേ? അത് കണ്ട അവസാനം കൊണ്ട് കോഡ് ചെയ്തിരിക്കുക കണ്ടോ.
അപ്പൊ നിങ്ങൾ ഐയുടെ മുമ്പത്തെ അക്ഷരം ഏതാ? HIJK. ഐയുടെ മുമ്പത്തെ അക്ഷരം ഏതാ? H അല്ലേ? അതാവന്മാർ താണ്ട് ഇങ്ങനെ കൂടിയത് രണ്ടാമത് കണ്ടോ. ഇനി ജിയുടെ മുമ്പത്തെ അക്ഷരം ഏതാ? EFG. അതായത് ജിക്ക് മുമ്പ് എഫ് അല്ലേ? അതാണ്ട് ഇങ്ങനെ കൂടിയത്. അതായത് ഇവിടെ കിടക്കുന്ന ലാസ്റ്റ് ഇതാണ്ടേ രണ്ടാമത് സെക്കൻഡ് ലാസ്റ്റ് ഇങ്ങനെ. അപ്പൊ അതാണ്ടേ ഈ സാധനത്തിനാണ് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആണെന്ന് നോക്കിയേ. ഈയുടെ തൊട്ട് മുമ്പത്തെ അക്ഷരം ഡി അല്ലേ? ABCDE. ആറിന് തൊട്ട് മുമ്പത്തെ അക്ഷരം ക്യൂ അല്ലേ? QRS. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. അങ്ങനെയാണ് കോഡിങ് പോകുന്നത്. അതായത് മുമ്പത്തെ അക്ഷരം എഴുതിയാൽ മതി, പക്ഷേ ഫസ്റ്റിന്റെ എടുത്ത് ലാസ്റ്റ് എഴുതണം, ലാസ്റ്റിന്റെ എടുത്ത് ഫസ്റ്റ് എഴുതണം. ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ എഴുതണം. സോ അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചു ഫിഷ്. ഇതാണ്, ശ്രദ്ധിച്ചോണേ. അതായത് മക്കളെ എഫിന് തൊട്ട് മുമ്പത്തെ അക്ഷരം ഏതാ? ABCDEFE. ഐ എവിടെ കൊണ്ട് എഴുതണം? ഇവിടെ കൊണ്ടുവന്ന് എഴുതണം. കണ്ടോ? ഐയുടെ തൊട്ട് മുമ്പത്തെ അക്ഷരം ഏതാ? EFG. HIJ. H ഇവിടെ. എസിന് തൊട്ട് മുമ്പത്തെ അക്ഷരം ഏതാ? PQRS. RS. അടുത്തത് എച്ചിന് തൊട്ട് മുമ്പത്തെ അക്ഷരം EFGH. കണ്ടോ? GRHE. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇതൊക്കെ കിട്ടാനുള്ള, നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, കിട്ടിയില്ല കളഞ്ഞേക്കണം. അവിടെ ആലോചിച്ച് സമയം കളയരുത്. ഒരു 20 സെക്കൻഡ് സമയം സ്പെൻഡ് ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യൻ കിട്ടിയ ടൈഗർ കാണുമ്പോഴേ എന്റെ ക്ലാസ് എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വരും. അപ്പൊ ടൈഗറിന്റെ ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ ഇനി നിങ്ങൾ ഈ രീതിയിൽ കൂടി ചിന്തിക്കും എന്നുള്ളതാണ് വസ്തുത. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോവാം. അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. 1 എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. 2 6 ആയി. 6 24 ആയി. 24 120 ആയി. അതായത് സംഖ്യ പടപടപടാന്ന് വലുതായിക്കൊണ്ടിരിക്കുക. അങ്ങനെ സംഖ്യ പടപടപടാന്ന് വലുതാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം അതെന്താണ്? അത് ഗുണനമാണ്. അല്ലാതെ കൂട്ടുവാണെങ്കിലോ കുറയ്ക്കുവാണെങ്കിലോ ചെറിയൊരു വർധനം അല്ലെങ്കിൽ ചെറിയൊരു കുറവല്ലേ വരത്തുള്ളൂ. ഗുണിക്കുവാണെങ്കിൽ വലിയ വർധനം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ 1 2 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോഴേ മനസ്സിൽ വന്നു കാണും, എടാ 1നെ 2 കൊണ്ട് ഗുണിച്ച 2 അല്ലേ? 1നെ 2 കൊണ്ട് ഗുണിച്ച 2 ആണ്. അപ്പൊ മക്കളെ 2 6 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? എടാ 2നെ 3 കൊണ്ട് ഗുണിച്ച 6 അല്ലേടാ? അപ്പൊ നാണ്ടേ 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും 4 കൊണ്ട് ഗുണിക്കുക, 5 കൊണ്ട് ഗുണിക്കുക, 6 കൊണ്ട് ഗുണിക്കുക എന്നുള്ള കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നില്ലേ? അപ്പൊ 2 കൊണ്ട് ഗുണിച്ചു, ആ 2നെ 3 കൊണ്ട് ഗുണിച്ച 6 ആയി. 6നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 6 × 4 24 സെറ്റായി. എടാ 24നെ അടുത്തത് 5 കൊണ്ട് ഗുണിക്കുമ്പോ പക്ക 120 ആണ്. 24നെ 5 കൊണ്ട് ഗുണിച്ചാൽ 120 ആണ്. അങ്ങനെയാണെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു, 4 കൊണ്ട് ഗുണിച്ചു, 5 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാല് 6 കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്? 120നെ 6 കൊണ്ട് ഗുണിച്ചാല് 120നെ 6 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 12നെ 6 കൊണ്ട് ഗുണിച്ച് ഒരു 0 ഇട്ട് കൊടുത്താലും പോരെ? 12നെ 6 കൊണ്ട് ഗുണിച്ചാല് 12 6 72 ആണ്. ഒരു 0 കൂടെ ചേർത്ത് എഴുതിയാൽ 720. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. എല്ലാവർക്കും ആൻസർ കിട്ടാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ സീരീസ് ആണ് ക്ലാസ്സിലെ പരിചയപ്പെടുത്തിയത്. ഈ ചോദ്യമാണ് മറ്റൊരു പ്രതീക്ഷിത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ചോദ്യം. മക്കളെ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചോദിക്കുക. ഇതിനകത്ത് ഓഡ് മാൻ ഔട്ട് ഏതാണെന്നാണ് ചോദ്യം. സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്തു പഠിച്ച ഒരുത്തനാണെങ്കിൽ ഇത്രയും വലിയ സംഖ്യകൾ കാണുമ്പോഴേ അവന്റെ മനസ്സിൽ വന്നിട്ടുണ്ടാകും അത് ഡിജിറ്റിനകത്ത് വെച്ചൊരു കളിയായിരിക്കും. അതായത് അക്കങ്ങൾക്കിടയിലെ ഒരു ചെറിയൊരു കളി അവിടെ കാണും. അത് നോക്കുമ്പോൾ നാണ്ടെ കിട്ടും. നാണ്ടെ ഈ 396 എന്ന് കാണുമ്പോഴേ സ്ഥിരമായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ എടുത്ത് ചെയ്തു പഠിച്ചവൻ അവന്റെ മനസ്സിൽ വരും, നാണ്ടെ ഈ 3 6 കൂടെ കൂട്ടി എത്രടാ? 9 അല്ലേ? അതാണ് അവന്മാർ നടുക്ക് കൊണ്ട് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഐഡിയ എല്ലായിടത്തും സക്സസ് ആവും. നോക്കതാണ്ടേ 462. 4ഉം 2ഉം കൂടെ കൂട്ടി എത്ര? 4ഉം 2ഉം കൂടെ കൂട്ടി 6 അല്ലേ? അവിടെയും സക്സസ് ആയി. 572. 5ഉം 2ഉം കൂടെ കൂട്ടി 7 അല്ലേ? ആണ്. 427. 4 7ഉം കൂടെ കൂട്ടിയ 11. സക്സസ് ആയില്ല, അവിടെ പോയി. അടുത്ത പിടി
671, 6 1 കൂടെ കൂട്ടി എത്ര? 7. അവിടെയും ഓക്കെയാ. 264, 2 4 കൂടെ കൂട്ടി എത്ര? 6. അവിടെ ഓക്കെ. അപ്പൊ ആരാ ഓടുമാൻ ഔട്ട്? ആ 427 അല്ലേ? ഓപ്ഷൻ സി ആണ്. അവന്റെ അവിടെ മാത്രം മറ്റേ പരിപാടി നടന്നില്ല. ഏതാ? അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? ആദ്യത്തെ സംഖ്യയും മൂന്നാമത് കിടക്കുന്ന സംഖ്യയും കൂടെ കൂട്ടിയാൽ രണ്ടാമത്തെ സംഖ്യ കിട്ടുന്ന രീതിയിലാണ് സംഖ്യകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ വരാൻ പോകുന്ന നമ്മുടെ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്സിനകത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. മാത്സിന്റെ 5 ചോദ്യങ്ങളും അതേപോലെ മെന്റൽ എബിലിറ്റി പോർഷനകത്ത് നിന്ന് 5 ചോദ്യങ്ങളും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത സെഷനിൽ വീണ്ടും കാണാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം അവസാനമായിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അവസാനഘട്ട പ്രിപ്പറേഷൻ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ ബൂസ്റ്റർ ഡോസ് ബാച്ച് എന്ന് പറഞ്ഞാല് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ പ്രിപ്പറേഷനുമായിട്ട് പരീക്ഷയുടെ അവസാന ലാപ്പില് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 1000 ചോദ്യങ്ങളുടെ ഓരോ ദിവസം 2 മണിക്കൂർ വെച്ചുള്ള ലൈവ് സെഷൻ ആണ്. എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുവാന് ആ ബോർഡ് നമ്പർ കോൺടാക്ട് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോ അടുത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ് വീണ്ടും കാണാം. ബൈ.